അതിന് ഇവിടുത്തെ താമരമുട്ട് കാണിക്കുകയാണ്. ഇത് Q170 എന്ന് പറഞ്ഞ വെറൈറ്റിയാണിത്. ഒരു പുതിയ വെറൈറ്റിയാണിത്. ഇവിടെ മുട്ടുകൾ വരുന്നുണ്ട്. ഇവിടെയൊക്കെ ഉണ്ടല്ലോ. ഇവിടെ ഒരു പൂ വിരിഞ്ഞ് പോയിട്ടുണ്ട് ഉണ്ടായിരുന്നു. നല്ല ട്രോപ്പിക്കലാണ്. ഒരു പച്ച കളറിലാണിത് വരിക. ലൈറ്റ് ഒരു പച്ച കളർ ഉണ്ടാവും, ഗ്രീൻ. ഇത് റെഡ് ജുബാബ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. പുതിയ വെറൈറ്റിയാണ് റെഡ് ജുബാബ. ഇത് EOS എന്ന് പറഞ്ഞ ഒരു ബൗൾ വെറൈറ്റിയാണ്. നിറയെ ഫ്ലവർ വരുന്ന വെറൈറ്റിയാണ്. വെച്ചിട്ട് കുറച്ചായിട്ടുള്ളൂ. ഇതാണ് അതിൻ്റെ മുട്ട്. പിങ്ക് കളറിലാണ് ഉണ്ടാവുക. ഇത് വൈറ്റ് മിറാക്കിളാണ്. ഇതിലെപ്പോഴും ഫ്ലവർ വരാറുണ്ട്. അതിന് മുട്ടാണത്. ഇത് പിങ്ക് ഫോറിനർ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇതൊക്കെ നിറയെ മുട്ടുണ്ടായിരുന്നു. ഒരെണ്ണം ഇതൊക്കെ അരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇത് ഒരെണ്ണം ഇവിടെ ഉണ്ട്. പിങ്ക് ഫോറിന് നല്ല ഫ്ലവർ വരും. ഇത് പനീർ റോസ എന്ന് പറഞ്ഞതാണ്. പനിനീർ റോസ പറഞ്ഞ ലോട്ടസ്. ഇത് മുട്ട് വിരിഞ്ഞ് കഴിഞ്ഞു. ഇത് ഇവിടെ ഉണ്ടായൊരു വെറൈറ്റിയാണ്. ഇവിടെ തന്നെ വിത്തിട്ടുണ്ടായതായിരുന്നു. ഇതിൻ്റെ ഫ്ലവറിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഷോർട്സ് വീഡിയോ. പിങ്ക് ഫോറിനറിൻ്റെ ഒക്കെ വിത്തുന്നൊക്കെ അങ്ങനെ ഉണ്ടായതാണ്. അപ്പോൾ ഞാൻ റോസ് ഫോറിനർ എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. നല്ല പിങ്ക് കളറിൽ, നല്ല ലൈറ്റ് കളറിലാണ് ഉണ്ടായത്. റോസ് കളറിൽ പൂവുണ്ടായത്. ഇത് ലിയാങ്കിളിയാണ്. ഉണ്ടോ? ലിയാങ്കിളി മുട്ടിട്ടുണ്ട്. എപ്പോഴും ഇതിന് ഫ്ലവറുണ്ട്. ചെറുത് കരിയും ചെയ്തിട്ടുണ്ട് മഴ പെയ്തിട്ട്. ലിയാങ്കിളിയാണ്. ലിയാങ്കിളി ഒരു ബൗൾ ലോട്ടസാണ്. നിറയെ ഫ്ലവർ ഉണ്ടാവും. ഇത് ലീലയാണ്. ലീലയുടെ മുട്ടാണത്. ഇത് മാരിഗോൾഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. അത് മുട്ടാണത്. ഇതിൽ എപ്പോഴും ഫ്ലവർ ഉണ്ടാവാറുണ്ട്. ഒരു മുട്ടാണുള്ളത്. ഇത് കിവി എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇത് നീലിമ എന്ന് പറഞ്ഞ വെറൈറ്റി. നീലിമയുടെ മുട്ടാണത്. അഖിലയുടെ മുട്ട് പോലെ കൂർത്തിട്ട് വരും. ഇത് മൃണാളിനി എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ബൗൾ ലോട്ടസാണിത്. നിറയെ ഫ്ലവർ ഉണ്ടാവാറുണ്ട്. ചെറുതായിട്ട് മുട്ടുകൾ വരും. ഇത് ഡോറയാണ്. ഡോറ നിറയെ മുട്ട് വരുന്ന വെറൈറ്റിയാണ്. ഇത് അവിടെയൊക്കെ ഉണ്ടായിട്ട് കഴിഞ്ഞു. അങ്ങനെ നിന്ന് കരിഞ്ഞു പോയിക്കാൻ ഉണ്ടായതാണ് ഇതൊക്കെ. ചിലത് കൊഴിഞ്ഞു പോവില്ല. അങ്ങനെ നിന്നിട്ട് ഇങ്ങനെ കരിഞ്ഞു നിൽക്കും. ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. ഇതാ ഇവിടെയൊക്കെ മുട്ടുകൾ വരുന്നുണ്ട്. വേറെ പൂവുകൾ വിരിഞ്ഞിട്ടുണ്ട്. ഇവിടെയൊക്കെ താഴെയൊക്കെ മുട്ടാണ്. ഡോറ നല്ല ഫ്ലവർ വരും. ഇത് ബീമാണ്. ബീം പറഞ്ഞ വെറൈറ്റിയാണ്. മുട്ടുകൾ ഉണ്ടായിരുന്നു. അത് കുറച്ച് കഴിഞ്ഞു. ഇത് അവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇത് വൈറ്റ് സ്വാനാണ്. വിരിഞ്ഞ് കഴിഞ്ഞു. അത് മുട്ട് വിരിഞ്ഞിട്ട് വൈറ്റ് സ്വാനായിരുന്നു. ഇത് ഗ്രീൻ പിസ്തയുടെ മുട്ടാണ്. ഇത് റോസാപ്പൂ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ലോട്ടസ് ഇതുപോലെ മുട്ടുണ്ടാവുക. നല്ല ഉരുണ്ടൊരു മുട്ടാണ് വരിക. ഇവിടെ ഒന്നും ഉണ്ടായിരുന്നു. ഇത് വൈറ്റ് ക്രിസ്റ്റൽ വൈറ്റ് ആണിത്. ക്രിസ്റ്റൽ വൈറ്റ് നല്ല മുട്ടുകൾ വരുന്നുണ്ട്. വെച്ചിട്ട് അധികം ആയിട്ടില്ല. ഏതാണ്ടില്ല, കുറച്ചേ ഉള്ളൂ ഇലകൾ. ഇത് സ്റ്റാർ ഡസ്റ്റാണ്. ഇത് മുട്ട് മഴ പെയ്തിട്ട് വരുന്നുള്ളൂ. ചെറുതായിട്ട് ഉണ്ടായിരുന്നു. കുറേ ഉണ്ടാവും ഇതിൽ. സ്റ്റാർ ഡസ്റ്റിൽ ഒരുപാട് ഫ്ലവർ ഉണ്ടായി കഴിഞ്ഞു. ഇത് മേഘാണ്. മേഘിലും അത് ഒരുപാട് ഫ്ലവർ ഉണ്ടാവും. നല്ല ട്രോപ്പിക്കലാണ് മേഘ്, സ്റ്റാർ ഡസ്റ്റൊക്കെ. ഇത് റെഡ് പ്രോസ്പർ പറഞ്ഞ വെറൈറ്റിയാണ്. റെഡ് പ്രോസ്പർ നിറയെ ഫ്ലവർ ഉണ്ടാവും. തുരുതുരാന്ന് പൂക്കൾ വരുന്ന വെറൈറ്റിയാണ്. ഇത് ബുച്ച. ബുച്ചയിലത്തെ ഒരു പൂ കഴിഞ്ഞു. ഇത് ധ്രുവ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇതേപോലത്തെ ഗാഥയൊക്കെ മുട്ട് വന്നിട്ടുണ്ട് ഇവിടെ. ഇത് വാട്സാനയാണ്. ഇത് ലിൻഡൻ ജൂനായിയാണ്. ഇതിപ്പോൾ റീപോർട്ട് ചെയ്ത് വെച്ചതാണ്.
വേഗം മുട്ട് വന്നു. യെല്ലോ ഇന്ത്യൻ ജുനായി പുതിയ വെറൈറ്റി യെല്ലോ ആണിത്. നിറയെ ഫ്ലവർ വരുന്നുണ്ട്. എപ്പോൾ റീപ്പോർട്ട് വെച്ചാലും ഉണ്ടാവുന്നുണ്ട് മുട്ടുകൾ.